ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് തിങ്കളാഴ്ച നോമിനേഷൻ ഡേ ആണ്. നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നോമിനേഷൻ നടക്കാൻ പോവുകയാണ്. ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ നൂറയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് കഴിഞ്ഞ ടാസ്കിൽ ജയിച്ചത് മൂലം നൂറയ്ക്ക് എന്തായാലും നോമിനേഷൻ ഫ്രീയുമാണ്. മാത്രമല്ല നേരിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ഇതിനെക്കുറിച്ചാണ് രാവിലെ നമ്മുടെ നൂറയും ആദിലയും തമ്മിൽ സംസാരിക്കുന്നത്. നൂറയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ താനിപ്പോൾ സേഫാണ്, അപ്പോൾ കൂടുതലായിട്ട് ആദില സേഫായിട്ടിരിക്കാൻ വേണ്ടിയാണ് നൂറ നോക്കുന്നത്. അതിനായിട്ട് രാവിലെ നൂറയും ആദിലയും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ആദില പറയുന്നുണ്ട്, ഈ ഹൗസിൽ നിന്ന് ആരും നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തയും എന്നാൽ നോമിനേറ്റ് ചെയ്താൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരാളെയുമാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി ഇവർ രണ്ടുപേരും കുറേ നേരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അവസാനം ഇവരെത്തിയ പേര് ആര്യനിലേക്കാണ്. ആദില പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു പ്രശ്നം നടന്നത് കാരണം ആര്യൻ്റെ പേര് അധികം ആരും പറയാനും സാധ്യതയില്ല. മാത്രമല്ല ആര്യൻ കുറച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാഴ്ചയായതുകൊണ്ട് ആര്യൻ്റെ പേര് ആരും പറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ആര്യൻ്റെ പേര് പറയാമെന്ന് നൂറയോട് പറയുന്നു. അതിനുവേണ്ടി കുറച്ച് കാരണങ്ങളും ആദില നൂറയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ആദില പറഞ്ഞ കാര്യങ്ങൾ നൂറ പറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അതായത് അവർ പറയുന്ന കാരണം എന്തെന്നാൽ ആര്യന് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഗെയിം കൂടെ കളിക്കുന്നത് ജിസേലിൻ്റെ കൂടെയാണ്. അതായത് ജിസേലും ആര്യനും ഒരുപോലെയാണ് ഗെയിം കളിക്കുന്നത്. ഒരുമിച്ച് ഗെയിം കളിക്കാനാണെങ്കിൽ ഇവർ രണ്ടുപേരിൽ ഒരാൾ ഇവിടെ നിന്നാൽ മതിയല്ലോ. അപ്പോൾ ജിസേൽ ഇവിടെ നിൽക്കട്ടെ, ആര്യൻ ഇവിടുന്ന് പോട്ടെ എന്നാണ് നൂറ പറയുന്നത്. അതിനൊരു കാരണം പറയുന്നത്, അന്ന് നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ അഭിലാഷും ജിസേലും ആര്യനും തമ്മിലുള്ള ആ ടാസ്കിൽ ജിസേൽ ആര്യന് വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു അത്രേ. അതായത് ആര്യൻ ക്യാപ്റ്റൻ ആവട്ടെ അതിനുവേണ്ടി അവൾ വിട്ടുകൊടുത്തതാണ്, അതുകൊണ്ടാണ് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആദില നൂറയോട് എടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ജിസേൽ പറഞ്ഞിരുന്നോ ആര്യന് വേണ്ടി താൻ വിട്ടുകൊടുക്കുകയാണെന്ന്? അപ്പോൾ നൂറ പറഞ്ഞിരുന്നു, അതേ ജിസേൽ അകത്ത് വന്നിട്ട് പറഞ്ഞിരുന്നു അത്രേ ആര്യന് വേണ്ടി താൻ വിട്ടുകൊടുത്തതാണെന്നു. സോ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾ മാത്രം ഇവിടെ മതി, ആര്യം പോട്ടെ എന്നാണ് അവർ പറയുന്നത്. പിന്നീട് പറയുന്നൊരു കാരണം, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചു, അങ്ങനെയുള്ള ഒരാളും ഇവിടെ നിൽക്കാൻ അർഹതയില്ല. അതുകൊണ്ട് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ആര്യൻ്റെ പേരാണ് നൂറ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഹൗസിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ ആര്യൻ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണ്. നല്ല രീതിയിൽ തൻ്റെ ഗെയിം കളിക്കുന്നു. അന്ന് ലാലേട്ടനോട് സംസാരിച്ചതൊഴിച്ചാൽ ആ ഹൗസിൽ പക്ക ഒരു ഹിന്ദി ലെവലിൽ ബിഗ് ബോസ് പ്ലെയർ ആണ്. ആര്യനെ പോലെയാണ് ഒരുപാട് ഗെയിമേഴ്സ് നമ്മൾ ഹിന്ദി ബിഗ് ബോസിലേക്ക് കാണുന്നത്. സോ ഇവിടെ എന്തുകൊണ്ടോ ആ ഹൗസിൽ നല്ലൊരു സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആര്യനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹേറ്റ് ലഭിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ആര്യനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആര്യൻ. സോ എന്തായാലും ഇവർ ആര്യനെ ആയിരിക്കും നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ ആര്യൻ പുറത്ത് പോകുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. മാത്രമല്ല നോമിനേഷനിൽ ആൾറെഡി വൈൽഡ് കാർഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ മസ്താനിയും നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് മസ്താനിയും പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ്.